9 മണിക്കാണ് തോന്നുന്നു തുടങ്ങിയത്. അവിടുന്ന് 2-2.5 മണിക്കൂർ ഈ കുട്ടിയെ ഈ വയറ്റിലേലും പാലാരിവട്ടത്തുമൊക്കെ ഇട്ട് കറക്കുക, ദേഹോപദ്രവം ചെയ്യുക, ഫോട്ടോ എടുക്കുക, അതിനുശേഷം ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ നിർഭയ സംഭവത്തിനേക്കാൾ സീരിയസ് ആയിട്ട് ഇത് കാണണം. ഈ പൾസർ സുനി നമ്മുടെ ബഹുമാനായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം തന്നെ ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടു. 5 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ മിസ്സിസും ആദരണീയായ നമ്മുടെ മേനകയ്ക്ക് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഈ കക്ഷിയിൽ നിന്നുണ്ടായി, ഈ ഡ്രൈവറിൽ നിന്നുണ്ടായി. അദ്ദേഹം കേസ് കൊടുത്തിട്ട് അത് നിസ്സാരവൽക്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 5 വർഷം മുമ്പേ ഇയാൾ ഇങ്ങനെ ക്രിമിനലാണെന്ന് അറിഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെ ഇയാൾ നിരന്തരം ഇങ്ങനെ ഇവരുടെയൊക്കെ ഡ്രൈവറായിട്ട് 2 വർഷം മുകേഷിൻ്റെ ഡ്രൈവറായിട്ടിരുന്നു? അതല്ലെങ്കിൽ ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് പലർക്കും ഡ്രൈവറെ സപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പം ഇദ്ദേഹത്തെ കണക്കുള്ള ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടെങ്കിലും നമ്മുടെ ബഹുമാന്യരായ ടോവിനോ പറഞ്ഞ മറുപടി താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, അത് ആ വാദം മുഖവിലേക്ക് എടുക്കാവുന്നതല്ലേ? എങ്ങനെ ഓരോരുത്തരെയും അളക്കുവാൻ കഴിയും എന്ന്? അങ്ങനല്ല ഞാൻ പറഞ്ഞു മഞ്ജുഷേ. ഇപ്പൊ ഇങ്ങനൊരാൾ നമ്മൾ അറിഞ്ഞു, സുരേഷ് കുമാറിനെ കണക്കുള്ള ഒരാൾ അറിഞ്ഞു, അത് കേസ് കൊടുത്തെങ്കിൽ ഇയാളെ നമ്മളപ്പം ഇൻഡസ്ട്രിയിൽ അറിയിക്കണം. ഇങ്ങനൊരു കക്ഷിയുണ്ട്, ആ കക്ഷി ഇങ്ങനെ ക്രിമിനലാണ്, അത് അയാളെ വെക്കരുത്, ഇയാൾ ഇങ്ങനൊരു ആർട്ടിസ്റ്റിനെയും കൊണ്ട് ചുറ്റിക്കറങ്ങി. അതിനാണല്ലോ സംഘടനകൾ. ആ സംഘടനകൾ അപ്പോൾ ആ വിവരം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കൊരിക്കലും മെമ്പർഷിപ്പ് കൊടുക്കില്ല, അല്ലെ സിനിമാക്കാരുടെ ഡ്രൈവറായിട്ട് വെക്കില്ല. പിന്നെ വെക്കുന്നെങ്കിൽ ഞാൻ തുറന്നു പറയുകയാണ്, പിന്നെ വെക്കുന്നെങ്കിൽ ഇയാളുടെ ക്രിമിനൽ ലൈനോ അല്ല ഇയാളുടെ ഒരു ബോഡി ഗാർഡ് ആയിട്ട് ഇയാൾ നിൽക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ച് വെക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രമുഖ പല നടന്മാരുടെയും പ്രമുഖരായ, ഞാനിപ്പോൾ അറിഞ്ഞൊരു വാർത്തയാണ്, നടന്മാരുടെയും ഡ്രൈവർമാരുടെ പേര് 4-5 കേസുണ്ടെന്ന് പറയുന്നു. എനിക്ക് എൻ്റെ തെളിവുകളൊന്നുമില്ല, പക്ഷെ അവരൊന്ന് പരിശോധിക്കട്ടെ. അങ്ങനെയുള്ള ഡ്രൈവർമാർ ആർക്കെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, അവർ തെറ്റിദ്ധരിപ്പിച്ച് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരന്വേഷിക്കട്ടെ. കാരണം ഇതൊരു കൊച്ചു കാര്യമല്ല. ഈ 5 പേര്, ഇപ്പോൾ 7 പേര് പിടിക്കപ്പെട്ടു, 2 പേര് ഇതിനകത്ത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണ്. ഈ ഇങ്ങനൊരു കുട്ടിയെ ആക്രമിക്കണമെങ്കിൽ ഇത്രയും പേരൊന്നും വേണ്ടല്ലോ, ഈ കൊട്ടേഷൻ സംഘമൊന്നും വേണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഈ 5 പേരും സിനിമാക്കായി, 5 പേർക്കും ഫെഫ്കയിൽ മെമ്പർഷിപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു പ്രമുഖ സിനിമാ കമ്പനിയുടെ ഡബ്ബിങ്ങിന് വേണ്ടി ഈ കുട്ടിയെ വിളിക്കാനായിട്ട് വണ്ടി വിട്ടതാണ്. ആ വണ്ടി വിട്ടിട്ട് ആ വണ്ടി ഇവിടുന്ന് 4 മണിക്ക് പോയെങ്കിൽ ആ വണ്ടി തിരിച്ചു വരാൻ ലേറ്റ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി അന്വേഷിച്ചില്ല? ആരാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ? അയാൾക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ കുട്ടി രാത്രിയിൽ അവിടുന്ന് വന്നിട്ട് ഡബ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന അവരല്ലേ? ഇത്ര ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാനുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു വീഴ്ചകൾ വലിയൊരു ഭവിഷ്യത്തിലോട്ട് ചെന്ന് പതിക്കുമ്പോൾ അതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ സുരേഷ് കുമാർ, ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ബുദ്ധി ഉദിച്ച ആശയമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുവാൻ പ്രയാസമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. വിനയൻ ചോദിച്ച അവസാന ചോദ്യങ്ങളും പ്രസക്തിയുള്ളതാണ്. തീർച്ചയായിട്ടും. നേരത്തെ വിനയൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇയാളാണ് അന്നത്തെ പ്രതിയെന്ന്. അല്ലാതെ എനിക്കന്ന് അറിയില്ലായിരുന്നു. ഞാൻ കേസ് കൊടുത്തിട്ട് അന്ന് ഫയൽ ചെയ്തിട്ട് ഞാൻ 2-3 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു എന്തായി കാര്യം എന്ന്. അപ്പോൾ പറഞ്ഞു അവനെ കിട്ടിയിട്ടില്ല, അവൻ ഒളിവിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാവിലെയാണ് ജോണി സാഗിരെ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത്, സുരേഷ് ഏട്ടാ ഇതുപോലെ അന്നത്തെ അതേ പ്രതിയാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത്, അന്ന് നിങ്ങൾ കേസ് കൊടുത്തത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് അറിയാമായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആ ഏരിയയിൽ അടുപ്പിക്കില്ലായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സുനി എന്നുള്ള ആളാണ് 5 കൊല്ലം മുമ്പ് ഞാൻ കൊടുത്ത കേസിലെ പ്രതി എന്നുള്ളത്. ഇന്നലെയാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അയാളുടെ പേരോ കാര്യങ്ങളോ അറിയില്ല. ഞാൻ അന്ന് അവിടെ ചെന്ന് എഴുതി കൊടുത്തു. അന്ന് എനിക്കറിയില്ലായിരുന്നു ആരാണെന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമയ്ക്കകത്ത് ഇപ്പം അങ്ങനെ ക്രിമിനലുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഇതും പറയാനൊക്കില്ല. എന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് കൊട്ടേഷൻ സംഘം തന്നെയാണ്. ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കൊട്ടേഷൻ സംഘത്തിനെ എന്തിനാണ് ഇങ്ങനെ വെറുതെ കയറഴിച്ച് വിട്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഇവരെ പിടിച്ച് അകത്തിടുന്നില്ല? ഇനിയിപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 1800 പേരെ നാളെ മറ്റന്നാളോ ഇനിയും വെളിയിലോട്ട് ഇറക്കി വിടാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ഇവരെ എല്ലാം അകത്തിട്ടിട്ട് ഇത്രയും പ്രശ്നം, ഇനിയും കുറേ പേരെയും കൂടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പോൾ പറഞ്ഞ ഈ കൊട്ടേഷൻ സംഘത്തിലെ ആൾക്കാരെ എന്തുകൊണ്ട്, ഇവർക്ക് പോലീസുമായിട്ട് നല്ല ബന്ധമാണ്, പോലീസിലെ എല്ലാവരും മോശമാണെന്നൊന്നും ഞാൻ പറയില്ല, അതിലൊരു വിഭാഗം ആൾക്കാർ താഴേക്കിടയിലുള്ള പോലീസുകാർ ഈ ഗുണ്ടകളുമായിട്ട് ഇടപെടുന്നുണ്ട്. മാത്രമല്ല സിനിമാക്കാരുമായിട്ടും ബന്ധമാണ്. അതെനിക്കറിയില്ല. എന്ന് വെച്ചാൽ സിനിമയായിട്ട് ബന്ധം പോലീസുകാർക്ക് കാണും, പക്ഷേ സിനിമയ്ക്കകത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങളാണെങ്കിൽ ഇവർക്ക് സിനിമയുമായിട്ട് ബന്ധമുണ്ടല്ലോ. അവർ സിനിമാക്കാരുടെ ആളുകളായിട്ടല്ലേ ഡ്രൈവർമാരെ ഡ്രൈവറല്ല, ഇത് പേഴ്സണലായിട്ട് വർക്ക് ചെയ്യുന്ന ഡ്രൈവറാണ്. അയാൾ അവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ്, അല്ലാതെ സിനിമയിൽ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇയാൾ ഇപ്പം ലാലിൻ്റെ പടം വർക്ക് ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ കാറുമായിട്ട് ഇയാൾ ഗോവയിൽ ഓടി.
ഈ ഓടി ഗോവയില് ഈ സുനി എന്ന് ഇതേ പറഞ്ഞ നടിയുമായി ഇതേ നടിയെ തന്നെ കൊണ്ടുപോയി ഗോവയിൽ ഷൂട്ടിങ്ങിന്. അല്ല, ഷൂട്ടിങ്ങിൽ അവിടെ ഷൂട്ടിങ്ങിൽ ഓടി. അതേ നടി തന്നെയാണ് ഇയാളുടെ രാത്രിയിൽ ഇയാളുടെ മുഖം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ മുഖം മൂടി താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി ചോദിക്കുകയും ചെയ്തു, നീ സുനി അല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഈ സുനി എന്ന് പറഞ്ഞ ഡ്രൈവറാണ് അതിൻ്റെ അകത്തുള്ളതെന്ന്. അപ്പോൾ അത്രത്തോളം ഒരു ക്രിമിനൽ ഇതിൻ്റെ അകത്ത് കടന്നുകൂടി എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അത് പരിശോധിക്കേണ്ടതാണ് എങ്ങനെ ഇത് കടന്നുകൂടിയത്. അല്ലാതെ നമ്മൾ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല എല്ലാവരും ഇതിൻ്റെ അകത്തുള്ളത്. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ എടുത്തു നോക്കും, നമ്മുടെ സിനിമയിൽ ഇത്രയും കാലമായിട്ട് എത്രയോ നടിമാരും നടന്മാരും ഒക്കെ രാത്രിയിൽ പാതിരാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് ഒരൊറ്റ പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ഡ്രൈവറും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇതുണ്ടാക്കിയിരിക്കുന്ന കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് ചില ക്രിമിനലുകൾ ഇപ്പം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ തടയിടാൻ. ശരി, ശ്രീ MC ജോസഫൈൻ, ഒറ്റപ്പെട്ട സംഭവമാണോ മിനിയാന്ന് രാത്രി കൊച്ചിയിൽ നടന്നത്? ഈ ഒറ്റപ്പെട്ട സംഭവം എന്നത് കോടിയേരിയുടെ മാധ്യമങ്ങളോടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പിന്നീട് എടുത്തുപയോഗിക്കുന്നതാണ്. അത് ഒരു സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം അടർത്തി എടുത്തിട്ട് അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കരുത്. അവിടെ കോടിയേരിയുടെ മാധ്യമങ്ങൾ പറഞ്ഞത് ക്രമസമാധാനം തകർന്നു, കേരളത്തിൽ ക്രമസമാധാനം തകർന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് കോടിയേരി പറയുന്നത് ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. അതിന് പകരം ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള ആ ഒരു വാക്ക് മാത്രം അടർത്തി എടുത്തിട്ട് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവത്തിന്റെ ഗൗരവത്തെ ചോർത്തിക്കളയാണ് ചെയ്യുന്നത്. താങ്കൾക്ക് എന്തായാലും സർക്കാരിനെ പ്രതിരോധിക്കുവാനുള്ള ബാധ്യതയുണ്ട്, അതുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ സിപിഐയുടെ പ്രമുഖ നേതാവായ പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിരോധിച്ചത്. അത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണ് ഇതെങ്കിൽ ഒന്നിലേറെ സംഭവങ്ങൾ ഉണ്ടാകേണ്ടി വരുമോ നടപടിയെടുക്കാനെന്നാണ്. സമാനമായ ഒന്നിലേറെ സംഭവങ്ങൾ. അത് തന്നെ ഞാൻ പറഞ്ഞത്. പന്ന്യൻ രവീന്ദ്രനാണെങ്കിൽ ആരാണെങ്കിലും ഈ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു വ്യാഖ്യാനങ്ങൾ കൊണ്ടുപോകുന്നതാണോ ശരി? ഇതുപോലെ ഗൗരവമുള്ള ഇത്രയും എന്താ പറയുക സ്ത്രീ സമൂഹത്തെ ഇത്രയേറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഇവിടെ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമാ ലോകത്ത് ഒരു നടിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ നിർഭയ പ്രശ്നം പോലെ ഇത് വളരെ വിവാദപരമായ ഒരു പ്രശ്നമായി മാറി. അത് ആവശ്യമാണ്. കാരണം സിനിമാ രംഗത്ത് പണിയെടുക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ ഇത്രയും മൃഗീയമായിട്ടുള്ള ഇത് സംഭവങ്ങളിപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരനുഭവമാണ് ആ നടിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം, പ്രതികളെ പിടിക്കൽ, ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ട് നടത്തേണ്ട കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ പക്ഷേ ഇതിന് ഗൗരവം കുറച്ചത് സർക്കാരിന്റെയും ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളല്ലേ ഇതിന്റെ ഗൗരവം കുറച്ചത്. അല്ലാതെ ഒരു ഗൗരവവും ഇതിന് കുറഞ്ഞിട്ടില്ല. നീ തനിച്ചല്ല എന്ന് പറയാൻ വേണ്ടി കൊച്ചിയിലെ ചൂടിൽ നിന്ന് ഒത്തുകൂടിയത് സിനിമാ രംഗത്തെ വളരെ മുതിർന്ന താരങ്ങളും സിനിമാ രംഗത്തെ പ്രമുഖരായ സാങ്കേതിക വിദഗ്ധരും ഒക്കെയാണ്. ഇതിന്റെ ഗൗരവം കുറച്ചത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമാണ്. ശ്രീ MC ജോസഫൈൻ, അതെങ്ങനെ ഗൗരവം കുറയ്ക്കുന്നത്? കോടിയേരിയുടെ സംഭാഷണത്തിന് ശേഷമാണല്ലോ ഇപ്പോൾ വൈകുന്നേരം സിനിമാ ലോകം ആകെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. അതിൻ്റെ ഗൗരവം എവിടെ കുറയുന്നത്? കോടിയേരിയുടെ ഒരു പ്രയോഗം കൊണ്ട് ഈ സംഭവത്തിൻ്റെ ഗൗരവം എങ്ങനെയാണ് കുറയുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഈ സംഭവത്തിൻ്റെ ഗൗരവം കുറയ്ക്കുന്നത്. മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഗൗരവം കുറയ്ക്കുന്നത്. ഞങ്ങളിതിനെ ഗൗരവത്തോടെ കാണുകയാണ്, വളരെ ഗൗരവത്തോടെ കാണുന്നത്. കാരണം ഇത് ഒരു സിനിമാ രംഗത്ത് മാത്രമല്ല, ഏത് തുറയിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെയും ഒരു വിധത്തിലുള്ള ആക്രമണവും അനുവദിക്കാൻ പാടില്ല. അതിനുവേണ്ടി സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതിനെ എങ്ങനെ നമുക്ക് തടുക്കാൻ കഴിയും? ഇത് സമൂഹം വളരെ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ പ്രശ്നം നിങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹം, കേരളീയ സമൂഹം ഇത്തരത്തിലുള്ള എന്താ പറയുക, ഒരു വശത്ത് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ, മറ്റൊരു വശത്ത് ലൈംഗികമായിട്ടുള്ള വളരെ വികൃതമായിട്ടുള്ള സ്വഭാവ സവിശേഷത, വളരെ അഗ്രസീവായിട്ട് സ്ത്രീകൾക്ക് നേരെ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ സമൂഹത്തിൽ എന്തുകൊണ്ട് അടിസ്ഥാനപരമായി എന്താ ഇതിൻ്റെ പ്രശ്നമെന്ന് പരിശോധിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്.
അതേസമയത്ത് ഈ സംഭവത്തിലെ കുറ്റവാളികളെ അതിലേറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് സ്ത്രീ സുരക്ഷ എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ശ്രീമതി MC ജോസഫൈൻ, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. സ്ത്രീ സുരക്ഷ എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ സർക്കാർ തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ നേരിടാൻ ബാധ്യസ്ഥരായവരും. അതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ശ്രീമതി MC ജോസഫൈൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അഭിപ്രായ പ്രകടനം നടത്തിയ ശ്രീ PT തോമസ് MLA ആകട്ടെ, ശ്രീ സുരേഷ് കുമാർ ആകട്ടെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചതും. തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? പോലീസ് ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ വളരെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, അതിനുള്ള ഇടപെടലുകൾ നടത്തണം. വളരെ വിദഗ്ധരായിട്ടുള്ള ഒരു പോലീസ് സംഘത്തെയാണ് ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിധത്തിൽ ആ കാര്യങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഗവൺമെന്റ് പിന്നെ പറഞ്ഞിട്ടുള്ള സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഒരിക്കലും വ്യതിചലിക്കില്ല. അതേസമയത്ത് തന്നെയാണ് ഇപ്പോൾ PT തോമസ് MLA അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പനമ്പള്ളി നഗറിനും ഗിരിനഗറിനും ഇടയ്ക്കിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടും ഈ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. അതേ പോലീസ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് സിനിമാക്കാർ വിവരം ചോർത്തി കൊടുത്തുവെന്ന്. ശ്രീ PT തോമസ് MC ജോസഫൈന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? സർക്കാർ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തും, അതിനുള്ള നടപടികൾ ചെയ്തു വരികയാണ്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, MC ജോസഫൈനെ പോലെ ഒരു മുതിർന്ന CPIM ഒരു നേതാവ്, അവരൊരു CPIM നേതാവ് മാത്രമായിട്ടല്ല കാണുന്നത്, അതിനപ്പുറം ഞാൻ കാണുന്നുണ്ട്. അവർ ഇത്രയും നിർഭാഗ്യകരമായ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഒറ്റപ്പെട്ട സംഭവമാണോ അല്ലയോ എന്ന് പറഞ്ഞത് ഏത് ചാനലിൻ്റെ ഒന്ന് പുറകോട്ട് തിരിച്ചു നോക്കിയാൽ ആ വാക്കുകൾ അതേപടി കേൾക്കാം. പഴയ കാലമല്ലല്ലോ. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് സ്ത്രീകൾക്ക് നേരെയുള്ള നിർഭാഗ്യകരം എന്നൊരു വാക്ക് പോലും കോടിയേരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. എനിക്ക് ആകെ സംശയം ഉണ്ടായത് കോടിയേരിയുടെ ഒറ്റപ്പെട്ട സംഭവം എന്ന പ്രസ്താവനയും മുഖ്യമന്ത്രി ഏതോ പിള്ള എന്ന മട്ടിൽ ഏതോ ഒരു സ്ത്രീക്ക് എന്ന മട്ടിൽ നടത്തിയ പ്രസ്താവനയും വളരെ സംശയം ജനിപ്പിക്കുന്നതാണ്. ജോസഫിനെ പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു വനിത, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ചാനൽ വന്നിരുന്ന് തങ്ങളുടെ നേതാക്കളെ പിന്തുണയ്ക്കാനോ അവരെ ഡിഫെൻഡ് ചെയ്യാനോ ശ്രമിക്കുന്നതിന് പകരം ആ പാവപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ച് ഒരു നിമിഷം ആലോചിച്ചുവെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ വിധേയത്വമല്ല ഇവിടെ പ്രകടിപ്പിക്കേണ്ടത്. ജോസഫൈനെ പോലെ ഒരാളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണിത്. നിങ്ങളൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ സംഭവം ഉണ്ടായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞെട്ടിക്കുന്ന സംഭവം, നിർഭാഗ്യകരം എന്ന വാക്ക് പറഞ്ഞോ? ഇന്ന് പാർട്ടി സെക്രട്ടറി മുൻ ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു. ഒറ്റപ്പെട്ടതാണോ? ഒറ്റപ്പെട്ടതല്ല എന്ന് ഞാൻ ഒരു തെളിവ് കൂടെ പറയാം. അവിടെ പറഞ്ഞു കേട്ട ഒരു സംഭവം, ഈ കുട്ടി ഇവർ പറയുന്നത് പോലെ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളെ ഇഞ്ചക്ട് ചെയ്ത് ദേശായി DD ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും, അവിടെ 10-15 ആളുകൾ കാത്തിരിക്കുന്നു എന്നുകൂടി ഈ ഗുണ്ടകൾ പറഞ്ഞതായിട്ടാണ് അവിടെ പോലീസൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ ആ വീട്ടിൽ നിന്നപ്പം പറഞ്ഞു കേട്ടതാണ്. അങ്ങനെയെങ്കിൽ ആ തരത്തിൽ അതിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ. മാത്രമല്ല, ഈ ഡ്രൈവർ പറഞ്ഞു എന്ന് പറയുന്ന മൊഴി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പിടിക്കപ്പെട്ട ഡ്രൈവർ പോലീസ് പിടിച്ചതല്ല, ഞങ്ങളെല്ലാവരും കൂടി കണ്ടെത്തിയ ആളാണ്. അവിടുത്തെ ഉണ്ടായിരുന്ന AC ഒക്കെ കൂടെ കണ്ടെത്തിയതാണ്. ആ പ്രതിയെ പിടിച്ചിട്ടാണ് 48 മണിക്കൂർ കഴിയുമ്പോൾ ഗവൺമെൻറ് മേനി നടിക്കുന്നത്. അത് ഈ നടിയേം കൊണ്ട് വന്ന ലാല് അടക്കമുള്ള ആളുകൾ ശ്രമിച്ചത് കൊണ്ടാണ് അയാൾ രക്ഷപ്പെടാതിരുന്നത്. അപ്പോൾ എന്നിട്ട് അയാൾ ആ ഡ്രൈവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഇത് സംബന്ധിച്ചുള്ള ആലോചന നടക്കുകയായിരുന്നു. ഇപ്പോൾ കോടിയേരിയുടെ ഒറ്റപ്പെട്ട കാര്യമാണ് എന്ന വാക്കും മുഖ്യമന്ത്രി ലഘൂകരിച്ചുകൊണ്ട് പറഞ്ഞതും ഇന്നലെ ഒരു DYFIയുടെ